ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. പകുതി പിന്നെ ഇന്ന് രാവിലെ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചക്കൊക്കെയുള്ള കറിയാണ് കേട്ടോ ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുന്നത്. ഒരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. 1/2 ടീസ്പൂണ് ഉലുവ, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഞാനൊന്ന് ഒരു കല്ലിലിട്ടൊന്ന് കുത്തിയെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് 1/2 തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടിക്കോളും. ശേഷം ഇതിലേക്ക് ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വാളംപുളിയാണ് കേട്ടോ ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നത്. വാളംപുളി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മത്തിക്കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് ലൂസിലല്ലാണ്ട് നല്ല കട്ടിയിലുള്ളൊരു മത്തിച്ചാറാണെന്ന് റെഡിയാക്കി എടുക്കുന്നത്. മത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് തീയൊന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. മൺചട്ടിയല്ലേ, എന്നിട്ട് മൂടി വെക്കുക. ഇനിയിപ്പോൾ ഒരു തൈര് കറി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടാട്ടമുളക് വെച്ചിട്ടുള്ളൊരു തൈര് കറിയാണ്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് കുറച്ചധികം കൊണ്ടാട്ടമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ പിന്നെ കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉണക്കമുളക്, കറിവേപ്പില ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കഷ്ണം കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് ഒരു പരുവാകുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് കട്ടിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് എടുത്തിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഇളം ചൂടുള്ള വെള്ളം ഒരു 1/4 ഗ്ലാസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൊണ്ടാട്ടമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു തൈര് കറിയാണ് കേട്ടോ. എന്നിട്ട് ഉപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇനി അങ്ങോട്ട് മൂടി വെക്കാം. ചോറുന്ന സമയമാകുമ്പോൾ നമുക്കത് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല മണമുണ്ട് കേട്ടോ കറി. ഇങ്ങനെ തേങ്ങ നിരക്കാത്ത ഈ ഒരു മോര് കറിക്ക്. പിന്നെ ഉച്ചയായ സമയത്ത് ചോറൊക്കെ കഴിക്കാനായിട്ട് ഇന്ന് വെണ്ടക്ക തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വെണ്ടക്ക തോരനും അതുപോലെ തന്നെ ഏട്ടമീൻ വറ്റിച്ചെടുത്തതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മത്തി മുളകിട്ടതും അതുപോലെ തന്നെ നമ്മുടെ കൊണ്ടാട്ടമുളക് തൈര് കറിയും. അടിപൊളി കറിയാണ് കേട്ടോ. തേങ്ങ ഒന്നും അരച്ചിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ്. പിന്നെ ഈ ഒരു മത്തിക്കറി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ. ഒരുപാട് ചാറില്ലാണ്ട് ഈ ഒരു പാകത്തിന് നമ്മൾ മത്തി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ചോറുന്നലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. വൈകുന്നേരം ഞാൻ നാളെ രാവിലേക്കുള്ള അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരിയും ചോറും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഞാൻ റൈസ് കുക്കറിലാണ് മാവ് പൊങ്ങാൻ വെക്കുന്നത്. ഈസ്റ്റും ബേക്ക് സൈഡൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതിലാണ്ട് വെക്കണം. നല്ല തണുപ്പാണ്, പൊങ്ങി കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ രാവിലെ എന്നുള്ള അപ്പക്കാരം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ അപ്പത്തിനുള്ളൊരു കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഓയിൽ വരെ കട്ടയായിട്ടുണ്ട് കേട്ടോ. അമ്മാതിരി തണുപ്പല്ലേ. ഞാനിതിലേക്ക് ഒരു 1.5 സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടി ഒന്ന് നന്നായിട്ട് വെളിച്ചെണ്ണ, നമ്മൾ എന്ത് കറി വെക്കുകയാണെങ്കിലും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യാതെ വെളിച്ചെണ്ണയുടെ കൂടെ ഇത്തിരി ഓയിലും കൂടി ചേർത്ത് നോക്കി നിങ്ങൾ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതുപോലെ വഴറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഗരം മസാലയും ചിക്കൻ മസാലയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് കറി വേണ്ട, കുറച്ച് കുറുന്നനെയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുകൊണ്ട് മൂടി വെച്ചിട്ട് ഒരു 3 അല്ലെങ്കിൽ 2 വിസിൽ അത്രയും മതി. 3 വിസിലൊക്കെ ആകുമ്പോൾ ചിക്കൻ ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞ് പോവും. അപ്പോൾ നമ്മുടെ മാവ് റൈസ് കുക്കറിൽ ഞാൻ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈസ്റ്റൊക്കെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് കണ്ട് പൊന്തി വരും. ഈസ്റ്റ് ചേർത്തിട്ടില്ല. ഈസ്റ്റിൻ്റെ ആ ഒരു ഇത് ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഞാൻ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ വെള്ളപ്പച്ചട്ടിയിലേക്ക് ഓരോരുത്തരും മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പുളിച്ച് പൊന്തിയിട്ടില്ലെങ്കിൽ ഒരു പാകത്തിനുള്ള ഒരു മാവ് പൊങ്ങിയിട്ടുണ്ട്. വെള്ളപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ നല്ല തേങ്ങ ചേർത്തിട്ടുണ്ട്. ചോറ് കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കപ്പ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വലിയ ഗ്ലാസ്സാണ്. അങ്ങനെ ചിക്കൻ കറിയും വെള്ളയപ്പമൊക്കെ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ രാവിലെ എടുത്ത വീഡിയോ ആണ്.
അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ള് പാചകം മാത്രമാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ചിക്കൻ കറിയും വെള്ളയപ്പവും അതുപോലെ തന്നെ കൊണ്ടാട്ടമുളക് തൈര് കറി ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു പാചകത്തിൻ്റെ റെസിപ്പി വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. ഇന്നലെയൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓയിലെടുത്തപ്പോൾ ഓയിൽ വരെ വെളിച്ചെണ്ണേനേക്കാളും പാകത്തിന് കട്ടിയായിട്ടുണ്ട്, അത്രക്കും തണുപ്പാണ്. അപ്പോൾ ചൂട് ചായയും വെള്ളപ്പവും ഒക്കെ കൂടെ ചൂടോടുകൂടി തന്നെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് കാണാം. താങ്ക്